ഡിസൈൻ എ ട്യൂറിംഗ് മെഷീൻ ഫോർ എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ സി റൈസ് ടു എൻ വേർ നമ്മൾ എടുക്കുന്നത് n greater than or equal to 1 എന്നാണ് കണ്ടീഷൻ. നമ്മൾ എടുക്കുന്ന n is equal to 2. അപ്പോൾ a b b c c ബ്ലാങ്ക് സിമ്പിൾ. ഫസ്റ്റ് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ എ, ആദ്യത്തെ ബി, ആദ്യത്തെ സി. എക്ക് എക്സ്, ബിക്ക് വൈ, സിക്ക് സെഡ്. എക്ക് എക്സ്, ബിക്ക് വൈ, സിക്ക് സെഡ്. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇരുന്നുണ്ട്. ആദ്യം എ കാണുമ്പോൾ എന്ത് ചെയ്യണം? എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് റീഡ് റൈറ്റ് ഹെഡ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എഴുതി. നമ്മൾ പടം വരയ്ക്കാൻ പോകും. Q0-ലിരുന്നു. ആദ്യം നമ്മൾ എന്ത് കാണുന്നു? എ കാണുന്നു. എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മളെവിടെ വന്നു? Q1 വന്നു. നമ്മളിവിടെ Q1 എന്ന് കൊടുക്കാം. അപ്പോൾ Q1-ൽ ഇരുന്ന് അപ്പോൾ ആദ്യത്തെ എ റീപ്ലേസ് ചെയ്ത് ഇനി ആദ്യത്തെ ബി ആണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരെ കണ്ടാലും നമ്മൾ അയാളെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലോട്ട് പോകണം. അപ്പോൾ Q1-ൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? എ കാണുന്നുണ്ട്. എ കാണുമ്പോൾ എ അങ്ങനെ തന്നെ വെച്ച് റൈറ്റിലേക്ക് പോവാം. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു 2 എന്ന് n ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ കേസ് എടുത്തുകൊണ്ടാണ് ഒരു എ. n ഇസ് ഈക്വൽ ടു 3 ആയിരുന്നെങ്കിൽ ഇവിടെ എന്താ 2 എ വന്നേനെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര എ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വെച്ച് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതായത് Q1-ൽ ഇരുന്ന് എ കണ്ടപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോയത്? എ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് Q1 തന്നെ. ഇനി Q1-ൽ ഇരുന്നപ്പോൾ ബി കണ്ടു. അപ്പം എയുടെ കാര്യം കഴിഞ്ഞ് ഇനി ബിയുടെ കാര്യം നടക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ Q1-ലിരുന്ന് ബി കാണുമ്പം ബിയുടെ എന്ത് റീപ്ലേസ് ചെയ്യണം? വൈ വെച്ച് റീപ്ലേസ് ചെയ്യണം. റൈറ്റിലേക്ക് പോകണം. എ റൈസ് ടു എൻ, ബി റൈസ് ടു എൻ, സി റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ ആദ്യം എ മാച്ച് ചെയ്യുക, ബി മാച്ച് ചെയ്യുക, പിന്നെ സി മാച്ച് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇനി റൈറ്റിലോട്ട് തന്നെയാണ് പോകേണ്ടത്. അപ്പം നമ്മൾ എന്തായിരുന്നു? Q2-ലെത്തി. അപ്പം Q1-ൽ നിന്ന് ബി കാണുമ്പോൾ നമ്മൾ ബിക്ക് വൈ എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിലെത്തി? Q2-ലെത്തി. CC ക്യാപിറ്റൽ ബി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ആദ്യത്തെ എയും മാറ്റി ആദ്യത്തെ ബി മാറ്റി ഇനി ആദ്യത്തെ സി കാണണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളവരെയൊക്കെ അങ്ങനെ തന്നെ വെക്കുക. അതായത് ഇപ്പോൾ Q2-ലിരുന്ന് ബി കാണുകയാണെ ബി അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലോട്ട് പോവാം. Q2-ലിരുന്ന് ബി കാണുന്നതുകൊണ്ട് ബി അങ്ങനെ തന്നെ വെച്ചു. എങ്ങോട്ട് പോയി? റൈറ്റിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ എക്ക് എക്സ് കൊടുത്തു, ബിക്ക് വൈ കൊടുത്തു, ഇനി സിക്ക് നമുക്ക് ഇസഡ് കൊടുക്കണം. Q2-ലിരുന്ന് സി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? Q2-ലിരുന്ന് സി കാണുമ്പോൾ നമുക്ക് സിക്ക് ഇസഡ് എന്ന് കൊടുക്കണം. പകരം റൈറ്റിന് പകരം ലെഫ്റ്റിലേക്ക് പോകണം. അതായത് Q2-ലിരുന്ന് സി കാണുമ്പം എക്സ് എ വൈ ബി ഇസഡ് സി ബി. എന്നിട്ട് എങ്ങോട്ട് പോകണം? ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു എക്ക് എക്സ്, ഒരു ബിക്ക് വൈ, ഒരു സിക്ക് സെഡ് വന്നു. ഇനി അടുത്ത എ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സാധനം ലെഫ്റ്റിലോട്ട് പോകണമല്ലോ. അപ്പോൾ Q2-ൽ നിന്ന് സി കണ്ടു. ഇങ്ങനെ സംഭവിച്ചു. ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? അപ്പം നമ്മൾ Q3-ലെത്തി. Q2-ൽ നിന്ന് ഇസഡൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ Q3-ലെത്തിയായിരുന്നു. ഇനി Q3-ലിരുന്നുണ്ട് ആരെ കാണുന്നു? ബിയെ കാണുന്നു. Q3-ലിരുന്ന് അപ്പോൾ നമുക്ക് എക്സ്ട്രീം ലെഫ്റ്റിലോട്ട് പോകണം. ഇപ്പോൾ Q3-ലിരുന്നുണ്ട് ബിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റിലോട്ട് തന്നെ പോകണം. ഇനി Q3-ൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോരാൻ നേരത്ത് ഇനി ഇവിടെ എഴുതുന്നു എക്സ് എ വൈ ബി ഇസഡ് സി ബി. നമ്മൾ വൈയിലാണുള്ളത്, ബിയിലാണുള്ളത്. Q3-ൽ നിന്ന് ബി കാണും. ഇനി ലെഫ്റ്റ് മൂവ്മെൻറ്റ്. Q3 ഇരുന്ന് ബി കണ്ടു കഴിയുമ്പോഴും ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ എന്താവും? എക്സ് എ ബി ഇസഡ് സി ബി. ഇതും Q3-ലിരുന്ന് ഇനിയും ലെഫ്റ്റിലോട്ട് വേണം പോകാൻ. Q3 ഇരുന്ന് വൈ കണ്ടു കഴിഞ്ഞാലും നമ്മൾ വൈ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ലെഫ്റ്റിലോട്ട് പോകണം. അപ്പം എക്സ് എ Q3-ലിരുന്ന് എ കണ്ടു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? എ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ലെഫ്റ്റിലോട്ട് പോകണം. അപ്പം നമ്മളെത്തി Q3 അങ്ങനെ എക്സ്ട്രീം ലെഫ്റ്റിലെത്തി. Q3-ലിരുന്ന് എക്സ് കാണുമ്പം നമുക്ക് തിരിച്ച് തുടക്കത്തിൽ ഇനിയിപ്പം ഇങ്ങനെ അറ്റത്തെത്തിക്കഴിഞ്ഞ് ഇനി നമ്മുടെ റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ Q3-ൽ നിന്ന് എക്സ്ട്രീം ലെഫ്റ്റ് എത്തിക്കഴിയുമ്പോൾ തിരിച്ച് Q0-ലേക്ക് പോകണം. Q3-ലിരുന്ന് എക്സ് എത്തിക്കഴിയുമ്പം എക്സ് തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോകണം. അതായത് അപ്പം നമ്മുടെ സ്റ്റേറ്റ് മാറി. എന്തായി? Q0 വൈ ബി ഇസഡ് സി ബി എന്നായി. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി Q0-ലിരുന്ന് എ കാണുന്നു. Q0-ലിരുന്ന് എ കാണുമ്പോൾ എന്താക്കണമെന്നാണ് പറഞ്ഞത്?
എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം, റൈറ്റിലോട്ട് പോകണം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് എക്സ് Q0 നിന്ന് എ കാണുമ്പോൾ Q1 ആയി. Q1 Y B Z C B. ഇനി എന്താ ചെയ്യേണ്ടത്? Q1-ലിരുന്ന് വീണ്ടും എക്സ് കാണുന്നു. Q1-ലിരുന്ന് അല്ല, ഈ എ നമ്മൾ റീപ്ലേസ് ചെയ്തല്ലോ. അപ്പോൾ ഇനി ഇവിടെയാണ് വരുന്നത്. Q1-ലിരുന്ന് വൈ കാണുമ്പോഴും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. Q1-ലിരുന്ന് വൈ കാണുമ്പോഴും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എവിടം വരെ? അടുത്ത ബി വരെ നമുക്ക് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ എക്ക് കറസ്പോണ്ടിങ് മാറ്റി, ഇനി ഇയാളെ മാറ്റണം, ഇയാളെ മാറ്റണം. ഇപ്പോൾ Q1-ലിരുന്ന് വൈ കണ്ടപ്പോൾ എന്ത് ചെയ്തു? Q1-ലിരുന്ന് വൈ കണ്ടപ്പോൾ Q1-ൽ തന്നെ ഇരുന്നുകൊണ്ട് റൈറ്റ് ഷിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇനി ഇങ്ങോട്ട് എഴുതുന്നു Q1 X Y Q1 Z C B. ഇപ്പോൾ നമ്മൾ ഇവരുടെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരെയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇപ്പോൾ Q1-ലിരുന്ന് ബി കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? Q1-ൽ നിന്ന് ബി കണ്ടപ്പം അവരുടെ പേര് വൈ കൊടുത്തു, റൈറ്റിലേക്ക് പോയി Q2 എന്ന സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതാം? എക്സ് എക്സ് വൈ വൈ റൈറ്റിലേക്ക് പോയി Q2 C B. ഇനി Q2-ലിരുന്ന് ഇസഡ് കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇയാളെ മാറ്റണമല്ലോ, റൈറ്റിലേക്ക് പോകണം. Q2-ലിരുന്ന് ഇസഡ് കണ്ടാലും ഇസഡിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോവാം. Q2-ലിരുന്ന് ഇസഡ് കണ്ടാലും ഇസഡിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോയി Q2 B. ഇവിടെ എന്ത് ചെയ്യണം? Q2-ലിരുന്ന് സി കണ്ടാലും Q2-ലിരുന്ന് സി കണ്ടു കഴിഞ്ഞാൽ സിക്ക് ഇസഡ് കൊടുത്ത് ലെഫ്റ്റിലേക്ക് പോകണം. Q2-ലിരുന്ന് സി കണ്ടു കഴിഞ്ഞാൽ Q2-ലിരുന്ന് സി കാണുമ്പോൾ Q3 എന്ന സ്റ്റേറ്റിലേക്ക് പോകും. സിക്ക് ഇസഡ് കൊടുത്തു, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ലെഫ്റ്റിലേക്ക് പോകണം. ഇനി Q3-ലിരുന്ന് നമുക്ക് എങ്ങോട്ട് പോകണം? എക്സ്ട്രീം ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ Q3-ൽ നിന്ന് ആരെയൊക്കെ കാണും? ഇസഡിനെ കാണും. Q3-ൽ നിന്ന് ഇസഡിനെ കാണുന്നുണ്ട്. Q3-ൽ നിന്ന് ഇസഡിനെ കാണുമ്പോഴും എങ്ങോട്ടാണ് പോകുന്നത്? എക്സ്ട്രീം ലെഫ്റ്റിലേക്ക്. അപ്പോൾ Q3-ൽ നിന്ന് ഇസഡിനെ കണ്ടാലും എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോവാം. പിന്നെ Q3 എവിടെ വരും? വൈ കാണും. വൈ കാണുമ്പോഴും ലെഫ്റ്റിലോട്ട് തന്നെ പോകണം. വൈ കാണുമ്പോഴും ലെഫ്റ്റിലോട്ട് തന്നെ പോകും. വീണ്ടും വൈ കാണും. ഇനി Q3-ൽ നിന്ന് എക്സ് കാണുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ എക്സിനെ കാണുമ്പോഴും നമുക്ക് ലെഫ്റ്റിലോട്ട് തന്നെ പോകണം, ഈ എക്സ് വരെ എത്തണമെങ്കിൽ. അപ്പോൾ Q3-ൽ നിന്ന് എക്സ് കാണുമ്പോഴും ലെഫ്റ്റിലോട്ടും പോകണം. അങ്ങനെ Q3 ഇവിടെ എത്തും. അല്ല, ഇങ്ങനെ മൂവ് ചെയ്ത് എക്സ് എക്സ് വൈ വൈ ഇസഡ് ഇസഡ് ബ്ലാങ്ക് Q3 ഇവിടെ എത്തും. Q3-ൽ നിന്ന് എക്സ് കാണുമ്പോൾ വേറെ എന്താണ് ട്രാൻസിഷൻ? Q3-ൽ നിന്ന് എക്സ് കാണുമ്പോൾ X0-ലേക്ക് പോകും. അപ്പം Q0-ൽ നിന്ന് എക്സ് കാണുന്നു. Q0-ൽ നിന്ന് എക്സ് കാണുമ്പോൾ, അപ്പോൾ ഇതൊരു പുതിയ കാര്യമാണ്. Q0-ൽ നിന്ന് എക്സ് കാണുമ്പം നമുക്ക് വേറെ ട്രാൻസിഷൻ വരയ്ക്കും. Q0-ൽ നിന്ന് എക്സ് കാണുമ്പോൾ എക്സ് അങ്ങനെ തന്നെ വെച്ച് റൈറ്റിലേക്ക് പോകും. അത് Q4 എന്ന് കൊടുക്കാം. Q0-ൽ നിന്ന് എക്സ് കാണുമ്പം നമ്മളെന്താ ചെയ്തത്? Q4-ലേക്ക് പോയി. എക്സ് എക്സ് വൈ Q4 വൈ 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 ഇസഡ് ഇസഡ് ബി. ഇനി ഫുള്ള് റൈറ്റിലേക്ക് പോകാനാണ്. Q4-ൽ നിന്ന് വൈ കാണുമ്പോഴും എങ്ങോട്ട് തന്നെ പോകണം? റൈറ്റിലോട്ട് പോകണം. Q4-ൽ നിന്ന് വൈ കാണുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റിലോട്ട് പോകണം. Q4-ൽ നിന്ന് എന്ത് കാണും? ഇസഡ് ഇവിടെ എത്തി. Q4-ൽ നിന്ന് ഇസഡ് കാണുമ്പോഴും എങ്ങോട്ട് തന്നെ പോകണം? റൈറ്റിലേക്ക് തന്നെ പോകണം. ഇനി അങ്ങനെ ഇത് റൈറ്റിലേക്ക് എത്തി Q4-ൽ എന്ത് കാണും? ബി കാണും. Q4-ൽ നിന്ന് ബി കാണുമ്പോഴും ബ്ലാങ്ക് വയ്ക്കുക, റൈറ്റിലേക്ക് പോവുക. നമുക്ക് എന്ത് പറയാം? നിങ്ങളുടെ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇതാണ് A⁻n B⁻n C⁻n. അപ്പം ആദ്യം എ നമ്മൾ റീപ്ലേസ് ചെയ്യുക, ആദ്യത്തെ ബിയെ ചെയ്യുക, പിന്നെ ആദ്യത്തെ സിയെ റീപ്ലേസ് ചെയ്യുക, അതിന് ശേഷം ലെഫ്റ്റിലോട്ട് പോവുക. അതേസമയം A⁻n B⁻n ആണെങ്കിൽ ആദ്യത്തെ എ റീപ്ലേസ് ചെയ്യുക, ആദ്യത്തെ ബിയെ റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റിലോട്ട് പോകണം. അതാണ് A⁻n B⁻nൻ്റെയും A⁻n B⁻n C⁻nൻ്റെയും വ്യത്യാസം. ഇത്രയും ട്രാൻസിഷൻസ് ഈ ഒരു ട്യൂറിംഗ് മെഷീനിൽ വരും. ഇത് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ കറസ്പോണ്ടിങ് വീഡിയോ ഞാൻ യൂട്യൂബ് ലിങ്ക് ഇടും. പിന്നെ അതുകൂടാതെ ദീപാ മിസ്സിൻ്റെ TOCയുടെ നോട്ട്സും ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് റെഫർ ചെയ്തോ. ഇതിൻ്റെ നോട്ട്സ് ഞാൻ നമ്മുടെ 18th കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം.